ഇതൊരു സാധാരണ ദിവസത്തെ വീഡിയോ അല്ല. ഇതെൻ്റെ ജീവിതത്തിലെ ഒരു അപൂർവമായ ഓർമ്മയാണ്. എൻ്റെ കസിൻ അനിയും അനിയുടെ കുട്ടി, അതായത് ജനിക്കു, കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന ഒരു ദിവസമാണിത്. അവളുടെ ഹസ്ബൻഡിന് ചില ഓഫീസ് ജോലികൾക്കായാണ് അവൾ ഡൽഹിയിലേക്ക് വന്നത്. അപ്പം ആ 2-3 ദിവസങ്ങളിൽ അവൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞുമായിട്ട്. അങ്ങനെ സ്പെൻഡ് ചെയ്ത കുറച്ച് ദിവസങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെ അകത്തിൽ ഒരു ദിവസമാണ് ഇത്. ഞാൻ എന്നും ചെയ്യുന്ന പോലെ ആദ്യം എഴുന്നേറ്റ് എൻ്റെ പുതച്ച ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഞാൻ എടുത്തു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അഖിൽ അവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ആളോട് എനിക്ക് പീരിയഡ്സ് അതിൻ്റെ പ്രമാണിച്ചുള്ള വേദനയും ഒക്കെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ പാർട്ട്ണറിനോടൊപ്പം കുറച്ച് സമയം നമ്മൾ ചിലവാക്കാനായിട്ട് നമ്മൾ ആ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചേ തീരും. എന്നാൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്മൂത്തായിട്ട് നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നേരം സോഫയിലിരുന്ന് രാവിലത്തെ വെള്ളം കൂടി പരിപാടി അങ്ങോട്ട് തീർത്തു. അങ്ങനെ ഞാൻ കുറേ നേരം ആലോചിച്ചിരുന്ന് ഇങ്ങനെ പതുക്കെയാണ് ഞാൻ എൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്നത്. അങ്ങനെ കുറേ സമയം ഞാനിങ്ങനെ പതുക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും എനിക്കിപ്പോൾ പീരിയഡ്സ് ആയതുകൊണ്ട് എനിക്ക് അധികമൊന്നും സ്പീഡിൽ ഒരു കാര്യം ചെയ്യാൻ യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരു ദിവസമാണ് എനിക്ക് പീരിയഡ്സ് ആവുന്ന സമയം. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പതുക്കെയാണ് ചെയ്യാറ്. എന്നാലും എനിക്ക് എപ്പോഴും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മിക്കപ്പോഴും ഞാൻ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. സോ ദാറ്റ് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും ആ സോഫയിൽ തന്നെ ഞാൻ ചടഞ്ഞു കൂടിയിരിക്കും. അപ്പം ഇവിടെ ഹസ്ബൻഡ് എക്സസൈസ് ചെയ്യാനായിട്ട് നിന്നാണ് എൻ്റെ മുന്നിൽ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് മാറാനെന്ന്. അതാണ് ഈ സീൻ നിങ്ങളിവിടെ കാണുന്നത്. എന്തായാലും അതിനൊക്കെ ശേഷം ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ പണിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. സാധനങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പ് തുടങ്ങിയിരുന്നു. അപ്പം ഏട്ടൻ ഓൾറെഡി ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ദോശയൊക്കെ എടുത്ത് കഴിച്ചു. അനിയും കുഞ്ഞും ആ സമയമായപ്പോഴത്തേക്കിനും ഉറക്കം തന്നെയായിരുന്നു. അത് കാരണം ഞാൻ അവരെ വിളിക്കാൻ പോയില്ല. അവർ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ദോശ ചുട്ടു കൊടുക്കാന്നുള്ള ഇതിൽ ഞാൻ അവരെ എഴുന്നേൽപ്പിച്ചില്ല. എന്തായാലും ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിനി ദോശ കഴിക്കട്ടെ. അപ്പോൾ എനിക്കൊരു ശീലമുണ്ട്, ഞാൻ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു കൂട്ട് തോന്നാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്കിരുന്നാണല്ലോ മോസ്റ്റ്ലി കഴിക്കുന്നത്, അപ്പം എനിക്കൊരു കൂട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ കൂടിരുന്ന് വെച്ച് കണ്ടുകൊണ്ടാണ് ഞാൻ ആഹാരം കഴിക്കുന്നത്. കാരണം ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ദോശയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടികളുടെ ടു ഡു ലിസ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പം അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചുമ്മാ ഉള്ള ഒരു ദിവസത്തിൽ, അതായത് നിങ്ങൾ ജസ്റ്റ് വീട്ടിലാണെങ്കിൽ തന്നെയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ, അതിൽ താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണേ കമൻറ്റ് സെക്ഷനിൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറുതെ വീട്ടിലിരുന്നാലും ഞാൻ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാനുള്ളതെന്നുള്ളത് ഞാനങ്ങനെ എഴുതി വെക്കാറുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു ബാൽക്കണിയിലേക്ക് വന്നതാണ്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഒന്നേന്ന് പറഞ്ഞ് ഓരോരോ ഇല വെച്ചിട്ട് തുടങ്ങിയ ചെടികളാണ് ഇതെല്ലാം. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ചെടികളെല്ലാം പുതിയ സെറ്റ് ഓഫ് ചെടികളാണ് എൻ്റെ പൂന്തോട്ടത്തിലുള്ള. പക്ഷേ ഇതിലൊന്നും ഇപ്പം ജീവനോടെ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഈ ക്ലിപ്പ് ഇവിടെ ഇടുകയാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചാന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ആളുടെ ഒരു നഴ്സറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് മേടിച്ചാണിതെല്ലാം. പക്ഷെങ്കിൽ ഒരു കാര്യം ഉണ്ടായില്ല, അതൊക്കെ ഇപ്പോൾ ജീവനോടെ ഇല്ല. ഇനിയുള്ള കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ റോ ആയിട്ട് അധികം വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ ഇടുവാണ്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനിയും കുഞ്ഞും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള ക്ലിപ്സ് നിങ്ങൾ കണ്ടോളൂ.
ബാൽക്കണിയിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചെലവിട്ട ആ സമയം സംസാരങ്ങളും ചെടികളും കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ കളികളും എല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമാണ്. അന്നത് വെറും ഒരു കൂടിക്കാഴ്ചയായിരുന്നെങ്കിലും ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഒരു അമ്മയായിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം ഇതൊക്കെ എനിക്ക് ഒരുപാട് വലുതായിട്ട് തോന്നുന്നുണ്ട്. ചില ദിവസങ്ങൾ നമ്മൾ അറിയാതെ പോയ ജീവിതത്തിൻ്റെ സമ്മാനങ്ങളായിരിക്കും. ഈ കുഞ്ഞാവയുടെ കൂടെ ഞാൻ ചിലവഴിച്ച ഈ സമയം അതെനിക്ക് ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡെയിലി ബേസിസിലുള്ള കുഞ്ഞാവയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കലും അവളെ എൻ്റർടൈൻ ചെയ്യലും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊരു മീ ടൈമിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ പാർലർ നടത്തുന്നതാണ്, അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സ്പാ സെഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അനിയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം നല്ല സമയം സ്പെൻഡ് ചെയ്തു അവളുടെ കൂടെ. അവൾക്കും ഒരു കുഞ്ഞും ഒരു മോനും ഉണ്ട്. അപ്പം അവളുടെ കൂടെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ദിവസം വൈൻഡപ്പ് ചെയ്തു. ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ദിവസത്തിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ലവ് യു ഗൈസ്.